വെനം ദ ലാസ്റ്റ് ഡാൻസിന്റെ അവസാനത്തോടെ വെനം അല്ലാതെ ഒരൊറ്റ സിംബിയോട്ട് മാത്രമേ സെനഫേജുകളോട് കട്ടയ്ക്ക് നിന്ന് പോരാടിയിട്ടുള്ളൂ. അത് ലാഷർ എന്ന സിംബിയോട്ട് മാത്രമാണ്. ലാഷറും സെനഫേജുകളുമായിട്ടുള്ള പോരാട്ടം കണ്ടാൽ സിംബിയോട്ടുകളിൽ തന്നെ ഏറ്റവും മികച്ചതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതും ലാഷർ ആണെന്ന് തോന്നിപ്പോകും. എന്നാൽ യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല. സിംബിയോട്ടുകളിൽ തന്നെ ഫേജ്, ലാവ, ട്വിൻ സിംബിയോട്ട് എന്നീ സിംബിയോട്ടുകളൊക്കെ വളരെ ശക്തരാണ്. എന്നാൽ അവരെ എല്ലാം പിന്നിലാക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു ലാഷർ എന്ന സിംബിയോട്ട് സെനഫേജുകളോട് പോരാടിയപ്പോൾ കാഴ്ചവെച്ചത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, സിംബിയോട്ടുകൾ എത്രമാത്രം ശക്തരാണ് എന്നതിൽ മാത്രമല്ല കാര്യം. സിംബിയോട്ടുകൾ തെരഞ്ഞെടുക്കുന്ന ഹോസ്റ്റും അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും വളരെ പ്രാധാന്യമേറിയതാണ്. സെനഫേജുകളോട് പോരാടാനും അവയിൽ നിന്ന് സർവൈവ് ചെയ്യാനും വേണ്ടി മാത്രമാണ് മറ്റ് സിംബിയോട്ടുകൾ അവരുടെ ഹോസ്റ്റിനെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ലാഷർ എന്ന സിംബിയോട്ടിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ലാഷറിന്റെ ഹോസ്റ്റായ സാഡി മനസ്സോടെയാണ് ലാഷർ എന്ന സിംബിയോട്ടുമായിട്ട് ബോണ്ട് ആകുന്നത്. അവർ തമ്മിൽ ഒരു ഡീപ്പ് ആയിട്ടുള്ള കണക്ഷനും ട്രസ്റ്റും എന്ന് വേണ്ട രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടൽ കൺട്രോൾ ഉണ്ടായി എന്ന് പറയേണ്ടി വരും. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ വെനവും എഡി ബ്രോക്കും എങ്ങനെയാണോ അതുപോലെ. സോ ആ കാരണം കൊണ്ട് തന്നെയാണ് സെനഫേജസുമായിട്ടുള്ള പോരാട്ടത്തിൽ ലാഷർ മറ്റുള്ള ശക്തരായ സിംബിയോട്ടുകളെ ലാഷർ എന്ന സിംബിയോട്ട് പിന്നിലാക്കി മികച്ചു നിന്നത്.